ഇന്നത്തെ നമ്മുടെ കഥയുടെ പേരാണ് യഥാർത്ഥ ധനികൻ. നല്ല കാറ്റും മഴയുമുള്ള രാത്രി. പേരിനു പോലും ഒരില കാണാനില്ലാത്ത ആ ഇരുനില കെട്ടിടത്തിലിരുന്ന് അവൾ ചിന്തയിൽ മുഴുകി. കഴിഞ്ഞ കാലം ഒരു ഉറവയായി പതിയെ പതിയെ അവളിലേക്ക് ഒഴുകിയെത്തി. ഗ്രാമത്തിൻ്റെ ലാസ്യ ഭംഗിയിൽ വർണ്ണച്ചിറകുകളുള്ള ഒരു കൊച്ചു പൂമ്പാറ്റയായി കഴിഞ്ഞ കാലം മിഴിവോടെ അവൾക്ക് മുന്നിലെത്തി. അപ്പൻ്റെ കൈ പിടിച്ച് നഴ്സറിയിൽ പോകുന്നതിനു മുൻപായി സ്നേഹത്തിൽ ചാലിച്ച സ്വാതന്ത്ര്യത്തോടെ അവൾ ഓടി നടന്ന കാലം. നിരനിരയായി ഒരേ പറമ്പിൽ ഗാംഭീര്യത്തോടെ തല ഉയർത്തി നിൽക്കുന്ന 4 വീടുകൾ. അവയ്ക്കു നടുവിലായി പഴയ പ്രതാപത്തോടെ അവളുടെ ഓടിട്ട തറവാട്. വിശാലമായ പറമ്പുകളും അതിനു താഴെ തെങ്ങിൻ തോപ്പുകളും നിറഞ്ഞ് അതിനും താഴെയായി പച്ചവിരിച്ച നെൽപ്പാടത്തിൻ്റെ വല്ലാത്ത വശ്യത നിറഞ്ഞ അവളുടെ ഗ്രാമം. കഥ തുടങ്ങും മുൻപ് എന്തിനാണിത്ര വലിച്ചു നീട്ടൽ എന്നാണ്. ആ ഗ്രാമത്തിൻ്റെ എല്ലാ ഭംഗിയും വാക്കുകളിൽ ഒതുങ്ങില്ല. എങ്കിലും അവിടെയെല്ലാം ഓടിക്കളിച്ചും എല്ലാവരുടെയും കൺമണിയായും കഴിഞ്ഞിരുന്ന അവളുടെ ഭാവനയിൽ വിടരുന്ന ചിന്തകൾ. അതാണ് കഥകളുടെ എല്ലാം തന്നെ ഉൾക്കാമ്പ്. എണ്ണമറ്റ പാടശേഖരങ്ങൾ നിറഞ്ഞതാണ് ആ സ്ഥലം. അവിടെ ആ മണ്ണിൽ നിറഞ്ഞു നിൽക്കുന്നു ഈ കഥ. ആ വയലിൽ ജോലി ചെയ്യുന്ന ഒരു കർഷകനായിരുന്നു കൃഷ്ണേട്ടൻ. പേരിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹം. സ്ഥിരമായി ആ പാടശേഖരത്ത് വയലൊരുക്കാനും നിലം ഉഴുവാനും ഞാറു നടാനും കള പറിക്കാനും എന്തിന് കൊയ്തെടുത്ത നെൽക്കതിരുകൾ വീടിൻ്റെ മുറ്റത്തെത്തുന്നതുവരെ ആ മനുഷ്യൻ്റെ സാന്നിധ്യം അവളുടെ വീട്ടുകാർ അറിഞ്ഞിരുന്നു. കയ്പും മധുരവും നിറഞ്ഞതാണ് ജീവിതമെന്ന് നാം പറയുമെങ്കിലും കയ്പ് മാത്രം നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു ആ മനുഷ്യൻ്റേത്. നിറഞ്ഞ് വിളഞ്ഞു കിടക്കുന്ന ആ നെൽക്കതിരുകൾ അവളുടെ വീട്ടിൽ സുരക്ഷിതമായി എത്തിക്കുന്ന ആ മനുഷ്യൻ്റെ വീട്ടിൽ നിത്യദാരിദ്ര്യമായിരുന്നു. എത്ര കഷ്ടപ്പെട്ടാലും ആരെയും ബുദ്ധിമുട്ടിക്കാത്ത ഒരു സാധു. ഒരു നാൾ അപ്രതീക്ഷിതമായി അയാൾക്ക് വയലിൽ പണിയുമ്പോൾ ഒരു തോന്നലുണ്ടായി. എത്രയും പെട്ടെന്ന് യജമാനൻ്റെ വീട്ടിലെത്തണം. എന്തോ ഒരാപത്ത്. അയാളുടെ ഹൃദയം വല്ലാതെ മിടിക്കാൻ തുടങ്ങി. പിന്നെ ഒരോട്ടമായിരുന്നു യജമാനൻ്റെ വീട്ടിലേക്ക്. വീടിൻ്റെ പുറകുവശത്തെ മുറിയിൽ ഒരു ജീവൻ കിടക്കുന്നുണ്ട്. ഒരു കാലത്ത് പ്രതാപത്തോടെ ആ നാട്ടിൽ ജീവിച്ചിരുന്ന അവളുടെ മുത്തശ്ശൻ. അതെ, ആ നാട്ടിലെ പ്രമാണി. പക്ഷേ ഇന്ന് ഒന്നിനും ആവതില്ലാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ആ മുറിയിൽ ഒരു തുള്ളി വെള്ളം അവസാനമായി നാവിലെത്തിക്കാൻ അടുത്താരുമില്ലാതെ പിടയുന്നു. കൃഷ്ണേട്ടൻ ഓടിയെത്തി. വെള്ളത്തിൽ മുക്കിയെടുത്ത് ഒരു തുണിക്കഷ്ണം വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. അയാൾ സംതൃപ്തിയോടെ നോക്കി. പിന്നീട് കണ്ണുകളടച്ചു. ആ നിമിഷം കൃഷ്ണേട്ടന് തോന്നി താനാണ് ആ നാട്ടിലെ ഏറ്റവും വലിയ ധനികനെന്ന്. അതെ, നമുക്ക് വേണ്ടി നാം സമ്പാദിക്കുന്നതിനേക്കാൾ മറ്റുള്ളവർക്ക് വേണ്ടി നാം ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ധനികരാണ്.